വെൽക്കം ടു നാറ്റ് ഡവി. എല്ലാവർക്കും NIOS സീനിയർ സെക്കൻഡറിയിലെ പൊളിറ്റിക്കൽ സയൻസിലെ ലൈവ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ചില പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അതും അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസറുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ക്ലാസ്സുകളെല്ലാം കൃത്യമായി ഒരു തവണ വായിക്കണം. എല്ലാ ചാപ്റ്ററുകളും കൃത്യമായിട്ട് ഒരു തവണ വായിക്കണം. അതിനുശേഷം ആ ചാപ്റ്ററിലെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ ആൻസറുകൾ പഠിക്കുക എന്ന ഒരു മെത്തേഡാണ് പിന്നീട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനെ നിങ്ങൾ സഹായിക്കുന്ന, അതിനു വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷുഹൈബ് സാർ. മറക്കരുത്, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ 8, ചാപ്റ്റർ 9, ചാപ്റ്റർ 10, ചാപ്റ്റർ 11. ഈ 4 ചാപ്റ്ററുകളാണ്. ഏതാണ് എട്ടാമത്തെ ചാപ്റ്റർ? എട്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം. ഒൻപതാമത്തെ ചാപ്റ്റർ എമർജൻസി പ്രൊവിഷൻസ്. 10ാമത്തെ ചാപ്റ്റർ യൂണിയൻ എക്സിക്യൂട്ടീവ്. 11ാമത്തെ അധ്യായം പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഈ 4 ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ആ ചാപ്റ്ററിലെ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ആ ചാപ്റ്ററിലെ ലോങ് ടൈപ്പ് ക്വസ്റ്റ്യനുകളുമാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കയ്യിൽ നോട്ട്സ് വേണം, പേന വേണം, നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാട്ടർ ബോട്ടിൽ അതും കൂടെ കരുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാം. ചാപ്റ്റർ 8 ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. എന്താണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ജനറലി പോസസ്ഡ് ബൈ എ ഫെഡറേഷൻ? ഏത് തരത്തിലുള്ള ഭരണഘടനയാണ് പൊതുവായി നമ്മുടെ ഫെഡറേഷനിൽ ഉണ്ടാവുക? റിട്ടൺ, അൺറിട്ടൺ, ഇൻവോൾവ്ഡ്, നൺ ഓഫ് ദി എബോവ്. ഇതിലേതാണ്? ഓക്കെ, ഒരു ഭരണഘടന എന്താണ്? ലിഖിതമാണ്, എഴുതപ്പെട്ടതാണ്. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, റിട്ടൺ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ലിസ്റ്റ് ആർ ദർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 2, 3, 1, 4. എത്ര ലിസ്റ്റുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്? 2 ആണോ? 3 ആണോ? അതല്ല 1 ആണോ? അതുമല്ലെങ്കിൽ 4 ആണോ? ഏതാണ്? ഓക്കെ, കറക്റ്റ് ആൻസർ ബി അല്ലേ, 3. ഓക്കെ, മൂന്നാമതായിട്ട് ചർച്ച ചെയ്യുന്ന ചോദ്യമാണ്, ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്? ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റുകളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? എത്രയാണ്? 97, 66, 47, only 3. Which is the correct answer? Okay, answer 97 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്
വാട്ട് ഈസ് ഫെഡറലിസം? എന്താണ് ഫെഡറലിസം? ഒക്കെ വ്യക്തമായിട്ട് അതിന് ഡെഫിനിഷൻ നൽകുന്നുണ്ട്. ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഫെഡറലിസം എന്ന് ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെളിവാകും അല്ലേ? ഏതൊക്കെയാണ് ചിത്രങ്ങളിലുള്ളത്? ഒന്ന് സ്റ്റേറ്റ്, മറ്റൊന്ന് നാഷണൽ. അപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിൽ എന്താണ്? അധികാരം സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ഇടയിൽ കൃത്യമായിട്ട് അധികാര വിഭജനം നടത്തിയിട്ടുണ്ട്. ഇതാണ് ഫെഡറലിസം. അപ്പോൾ എന്താണ് ഫെഡറലിസം? രാഷ്ട്രത്തിൻ്റെ അധികാരം, ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരം അത് കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിലും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഭരണ സംവിധാനത്തെയാണെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. അത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ആർക്കിടയിൽ? കേന്ദ്രത്തിനിടയിൽ അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ. ആ ഒരു ഭരണ സംവിധാനത്തെയാണെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ അധികാരവും കേന്ദ്ര സർക്കാരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭരണ വ്യവസ്ഥിതി അതിനെ ഏകത്വ സർക്കാർ എന്നാണിത് വിളിക്കുക. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതിൻ്റെ അധികാരങ്ങൾ കേന്ദ്രവും സംസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ അമേരിക്കൻ ഫെഡറലിസം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെഡറലിസം എന്നതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ്. എക്സ്പ്ലെയിൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുക എന്നതാണ്. എന്തൊക്കെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം? അല്ലേ, കേന്ദ്രത്തിന് സഹായിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? കേന്ദ്രം വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലെ വാർഡിൽ വികസനം കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. സംസ്ഥാനം വിചാരിച്ചാൽ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് കീഴിൽ ഓരോന്നായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് എന്താണ്? താഴെത്തട്ടിലേക്ക് വികസന വിപ്ലവ പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഉദാത്ത മാതൃക, ഏറ്റവും വലിയ ഉദാത്ത പ്ലാറ്റ്ഫോമാണ് ഇത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ദേശീയ തലസ്ഥാന ഭരണ പ്രദേശവുമുണ്ട്. ഏതാണ് ദേശീയ തലസ്ഥാന പ്രദേശം? യെസ്, ഡൽഹി അല്ലേ? അതാണ് ഇത് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്തൊക്കെയാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെന്നും കൃത്യമായിട്ട് എന്താണ് കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നും ഫെഡറൽ സിസ്റ്റത്തിലൂടെ അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറയുന്നുണ്ട്. ദേശീയ ഐക്യം, അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഈ ബന്ധത്തിലൂടെയുള്ള ബെനിഫിറ്റ് എന്താണ്? ദേശീയ ഐക്യം, അഖണ്ഡത, സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ പരമാധികാരം, ദിസ് ഇസ് 4 പോയിന്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിഭജന രീതി അനുവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നമുക്കറിയാം താഴെ പറയുന്ന രീതികളിൽ എന്ത് ചെയ്യാം? വിശദീകരിക്കാവുന്നതാണ്. 3 രീതിയിലാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമതായി പറയുന്നത് നിയമ നിർമ്മാണ ബന്ധങ്ങൾ, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. എങ്ങനെയാണ്? നിയമ നിർമ്മാണ ബന്ധങ്ങൾ. ദ നെക്സ്റ്റ് ഭരണപരമായ ബന്ധങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. ദ ലാസ്റ്റ് പോയിന്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്, സാമ്പത്തിക ബന്ധങ്ങൾ. ഈ 3 കാര്യങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിലെ ഒരു പ്രത്യേകപ്പെട്ട കാര്യം. ഇനി അടുത്തൊരു പോയിന്റ്, വാട്ട് ആർ ദ
ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ? ഓരോ വിഷയവും പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സവിശേഷതകൾ ഉണ്ടാകും അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് കാറിൻ്റെ കമ്പനികളുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങളുടെ കമ്പനികളുണ്ട്. ഓരോ വാഹനത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. സാധാരണ വണ്ടിക്കില്ലാത്ത പ്രത്യേകതകൾ BMW ഉണ്ടാകും, BMW ഇല്ലാത്ത പ്രത്യേകത ഉണ്ടാകും, ബെൻസ് കാറുകൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ടാകും? സവിശേഷത ഉണ്ടാകും. അപ്പോൾ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി പറയുന്ന പോയിന്റ് ലിഖിത ഭരണഘടനയാണ്. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അത് ലിഖിത ഭരണഘടന അഥവാ എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന. ഒരു ഫെഡറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത കൂടിയാണ് ഇത്. അത് ലിഖിത ഭരണഘടനയാവുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭരണഘടന എഴുതപ്പെട്ടതായിരിക്കണം. അതിനാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും ആവശ്യമുള്ളപ്പോൾ അത് പരാമർശിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലിഖിത ഭരണഘടനയാണ്. ദ നെക്സ്റ്റ് പോയിന്റ് അധികാര വിഭജനം. കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവർക്കുമുള്ള അധികാരങ്ങളെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സംയുക്ത ഭരണകൂടത്തിൽ എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള അധികാര വിഭജനം നടത്തിയിട്ടുണ്ട്. മൂന്നാമതായി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കർക്കശമായ ഒരു ഭരണഘടനയാണ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കർക്കശമായ ഭരണഘടനയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം സാധാരണയായിട്ട് എന്താണ്? അത് വളരെ കർക്കശമാണ്. പെട്ടെന്നൊരു നിയമം ഭേദഗതി ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെതായ പ്രൊസീജിയേഴ്സുകളുണ്ട്. ആ പ്രൊസീജിയേഴ്സിന് ചില നടപടിക്രമങ്ങളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്ത് ഒരു ഭേദഗതി കൊണ്ടുവരിക. അത് ലോകസഭ കടന്നിരിക്കണം, അത് രാജ്യസഭ കടന്നിരിക്കണം. ഇതെല്ലാം ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചില ഭേദഗതികൾക്ക് എന്ത് വേണം? അതിന് ചില പ്രത്യേക ഭൂരിപക്ഷം വേണമെന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ചിലതിനെന്ത് മതി? ഭരണഘടനയിൽ പാർലമെന്റിൽ അംഗങ്ങളിൽ എന്താണ് പകുതി ആളുകൾ അതിനെ വോട്ട് ചെയ്താൽ മതി. ചിലതിൽ 1/3 ഭൂരിപക്ഷം കിട്ടിയാൽ മതി. ചിലതിന് 2/3 ഭൂരിപക്ഷം വേണം. ചിലതിന് എന്താണ് 2/3 കൂടെ സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടിയും വേണം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഇനി അധികാര വിഭജനം. സംയുക്ത ഭരണകൂടത്തിൽ എന്താണ്? കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള അധികാര വിഭജനം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ചാപ്റ്റർ 8 ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫെഡറലിസം, എന്താണ് ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ, ഏതൊക്കെ രൂപത്തിലുള്ള ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ 3 പോയിന്റും അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, ഇത് 3 എന്താണ് വളരെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 9 എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ കാലഘട്ടം. 975 മുതൽ 77 വരെയുള്ള നീണ്ട 21 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രത്യേക അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതുമായിരിക്കും, നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥ? ഈ അടിയന്തരാവസ്ഥ മൂലമുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ല? സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. യെസ്, എന്താണ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 232, ഓപ്ഷൻ ബി 352, ഓപ്ഷൻ സി 360, ഓപ്ഷൻ ഡി 368. ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ
നിർദ്ദേശം നൽകുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 352 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഹൗ മെനി ഇയേഴ്സ് ആൻഡ് ഇയർ ഡ്യൂറിംഗ് ദ ഡേയ്സ് ഓഫ് നാഷണൽ എമർജൻസി ലോക്സഭ ക്യാൻ എക്സ്റ്റെൻഡ് ഇസ് ടൈം അറ്റ് എ ടൈം? എത്ര കാലത്തേക്ക് എന്ത് ചെയ്യാം? ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ലോകസഭ നീട്ടിവെക്കാൻ കഴിയും? 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 4 ഇയർ. എത്രയാണ്? ഓൺലി 1 ഇയർ. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. 1 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അത് നീട്ടിവെക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എഫക്റ്റ് ഓഫ് നാഷണൽ എമർജൻസി. എന്താണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ? എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ? എന്തൊക്കെയാണ്? ഓക്കെ, ഏതൊരു വിഷയം കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു ആഫ്റ്റർ എഫക്റ്റ് അവിടെ വ്യാപകമായിട്ടുണ്ടാകും. ചില ആളുകൾക്ക് വീടില്ലാവില്ല, ചില ആളുകൾക്ക് സ്വന്തം വാഹനങ്ങൾ ഉണ്ടാവുകയില്ല, ചില ആളുകൾക്ക് സ്വന്തക്കാരുണ്ടാവുകയില്ല, ബന്ധക്കാരുണ്ടാവുകയില്ല. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റ് എവിടെ ഉണ്ടാകും? ഒരു പ്രളയം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഒരു അടിയന്തരാവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവിടെ ഒരുപാട് തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഘടനയെ കാര്യമായിട്ടും വിശാലമായിട്ടും ബാധിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും, വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. രാജ്യത്ത് പിന്നെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ, അവിടെ ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അവിടെ ജനങ്ങൾക്കുണ്ടായ പ്രതിസന്ധികൾ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകണം. മാത്രവുമല്ല ആ എഫക്റ്റിന് ശേഷം അവരെ പുനർജീവനം നൽകുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യൽ ആരുടെ ഉത്തരവാദിത്വമാണ്? അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് കാര്യമായിട്ട് ആരെ ബാധിക്കുന്നുണ്ട്? ഒരു ഗവൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സ്വാധീനം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിലവിൽ വരുമ്പോൾ അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഘടനയെ അടിസ്ഥാനപരമായി മാറ്റത്തിന് വിധേയമാക്കും. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് കേവലം ബാധിക്കുന്നത് ആ അധികാര കേന്ദ്രത്തെ മാത്രമല്ല, അതവർ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. അത് സംസ്ഥാനങ്ങളുടെ ഭരണസിരാ കേന്ദ്രങ്ങളെ സ്തംഭിപ്പിക്കും. പിന്നീട് അധികാരം മുഴുവൻ ആരുടെ കേന്ദ്രത്തിലായിരിക്കും? അത് അത് ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആരിലും ഉണ്ടാകും? സംസ്ഥാന ഗവൺമെൻറ്റിലും ഉണ്ടാകും. ഓക്കെ, ഇത് 3 തലത്തിൽ എന്ത് ചെയ്യാം? പഠിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ടീവ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥയിൽ കേന്ദ്രത്തിന് എക്സിക്യൂട്ടീവ് അതോറിറ്റി അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഏതൊരു സംസ്ഥാനത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഉപദേശം നൽകുന്നുണ്ട്. പിന്നീട് കൃത്യമായിട്ട് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഭരണ പ്രവർത്തനമായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു ചെറിയ നിർദ്ദിഷ്ട വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിന് യൂണിയൻ പരിമിതപ്പെടുത്തിയിരിക്കും. അതിൻ്റെ ഫലമായി അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും സംസ്ഥാന സർക്കാരുകളെ ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നു. അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ അധികാര പ്രവർത്തനങ്ങളിലെല്ലാം സമ്പൂർണ്ണ മേധാവിത്വം ആര് പുലർത്തുന്നുണ്ട്? യെസ്, കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുന്നുണ്ട്. പിന്നീട് ആരുടെ കയ്യിലായിരിക്കും അധികാരം? അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിയമനിർമ്മാണം. എങ്ങനെയാണ് നിയമനിർമ്മാണം? ദേശീയ അടിയന്തരാവസ്ഥ അത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ഇനത്തിലും നിയമനിർമ്മാണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? യെസ്, പാർലമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്
നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ഒരു അടിയന്തരാവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള സാമ്പത്തിക പ്രതിസന്ധി? ഒരു ദേശീയ അടിയന്തരാവസ്ഥയിൽ എന്താണ് യൂണിയനും സംസ്ഥാനങ്ങളും അത് തമ്മിലുള്ള വരുമാന വിതരണം സംബന്ധിച്ച വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അത് ഒരു എമർജൻസിയുടെ പ്രത്യാഘാതമായിട്ട് കണക്കാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള രാഷ്ട്രപതിയുടെ ഓരോ ഉത്തരവുകളും എന്ത് ചെയ്യണം? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും, അഥവാ ലോകസഭ, രാജ്യസഭ, ഈ രണ്ട് സഭകളിലും എന്തായിരിക്കണം? അത് അവതരിപ്പിച്ചിരിക്കണം. ഓക്കെ, യെസ്. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും ജീവിതത്തിൽ എന്ന് പറയുന്നത് അവരുടെ ഭരണ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യും? അത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാകും. ഒക്കെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അത് കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള നിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനങ്ങളിലേക്ക് എന്ത് ചെയ്യും? വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അവരുടെ ഭരണ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ദ നെക്സ്റ്റ് ചാപ്റ്റർ 10. ഏതാണ് 10ാമത്തെ അധ്യായം? യൂണിയൻ എക്സിക്യൂട്ടീവ്. എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ആ പദത്തിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്രത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഭാഗത്തെയാണ് എന്ത് പറയുന്നത്? യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ചർച്ച ചെയ്യാം. യൂണിയൻ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരൊക്കെ ചർച്ച ചെയ്യും? പ്രസിഡന്റ് ഉണ്ടാകും, വൈസ് പ്രസിഡന്റ് ഉണ്ടാകും, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാകും, അതുപോലെ തന്നെ കൂട്ടു മന്ത്രിസഭ. ഈ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഏതൊരു വിഷയം പരിശോധിച്ച് കഴിഞ്ഞാലും അതിലെല്ലാം ആവശ്യമായി വരുന്ന യോഗ്യതകളുണ്ടാകും. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പോസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതയുള്ളവരെ ആയിരിക്കും എന്ത് തിരഞ്ഞെടുക്കപ്പെടുക. അതുപോലെ തന്നെയാണ് എന്ത് ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ചില യോഗ്യതകളുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ? രാജ്യത്തിൻ്റെ പ്രഥമ പൗരനാണ് ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ്? രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന് പറയുമ്പോൾ ആരാ? ഒന്നാമത്തെ ആളാണ്, അത് പ്രസിഡന്റാണ് അല്ലേ? യെസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഭരണനിർവഹണത്തിനുള്ള അധികാരം ഔപചാരികമായിട്ട് അത് പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെയൊക്കെയുള്ള പദവി വഹിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾ കടന്നു വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള യോഗ്യതകളുണ്ട്. അത് എല്ലാ വിഷയത്തിലുമുണ്ട്, പ്രസിഡന്റിൻ്റെ വിഷയത്തിലുമുണ്ട്. യെസ്. എന്താണ് പ്രസിഡന്റിൻ്റെ യോഗ്യതകൾ? ഒരു പ്രസിഡന്റായി മത്സരിക്കുന്ന ആൾക്ക് അതിൽ താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടാകും. താഴെ പറയുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ യെസ് നമ്മളെ ബോർഡില്ലേ അല്ലേ? ഓക്കെ, ഒന്ന് ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ആരായിരിക്കണം? അയാൾ ഒന്നാമതായി ഇന്ത്യക്കാരനായിരിക്കണം. അയാളുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈസ് ഇന്ത്യൻ പൗരൻ അല്ലേ? അദ്ദേഹം ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. യെസ്. ദ നെക്സ്റ്റ്, അയാൾക്ക് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 35 ഏജ് അല്ലേ? 35 വയസ്സ് പൂർത്തിയായ ആൾക്ക് മാത്രമേ എന്താകാൻ പറ്റുകയുള്ളൂ? ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ സാധിക്കുകയുള്ളൂ. യെസ്. മൂന്നാമതായി പറയുന്നത് അയാൾ ഒരിക്കലും എന്താകാൻ പാടില്ല? ഗവൺമെന്റിന്റെ സർവൻ്റ് ആകാൻ പാടില്ല അല്ലേ? അപ്പോൾ ഗവൺമെന്റിലുള്ള ഒരു തൊഴിലാളിയാകാൻ പാടുള്ളത്. യെസ്. നാലാമതായി പറയുന്നത്
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4ാമത്തെ പോയിന്റ്. ഈ പറയപ്പെട്ട 3 യോഗ്യതകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ കഴിയുമോ? ഇല്ല. 4ാമത്തെ പോയിന്റാണ് എന്ത്? ഈ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അയാൾ ലോകസഭ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം? ലോകസഭ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. എന്നാൽ അയാൾക്ക് എന്താകാൻ പറ്റുകയുള്ളൂ? യെസ്, അയാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പ്രസിഡന്റ് ആകുന്നതിനുള്ള യോഗ്യതകളാണെന്ത്? ഈ പറയപ്പെട്ട 4 പോയിന്റ്. നിങ്ങൾ മറക്കരുത്, പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നല്ല മാർക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ കഴിയും. The next question, explain the method of election of the President of India. പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ മെമ്പറെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ബ്ലോക്ക് മെമ്പർമാർ, മുനിസിപ്പൽ മെമ്പർമാർ, ഇങ്ങനെ എല്ലാ മെമ്പർമാരെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ MLA മാർ, ലോകസഭാ MP മാർ, ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അവരെ തിരഞ്ഞെടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയും. എങ്ങനെ അറിയാല്? നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, നമ്മൾ വോട്ട് ചെയ്യുന്നത് കൊണ്ട് ആ കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ പലർക്കും അറിയാത്തൊരു വിഷയമുണ്ട്. എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ രാജ്യസഭ MP മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു എലക്ഷൻ സിസ്റ്റം എങ്ങനെ എന്നത് പലർക്കും സംശയം അല്ലേ? അപ്പോൾ പാർലമെന്റിൽ എന്താണ്? ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മുഖാന്തരമാണ്. അതിൻ്റെ സിസ്റ്റം എങ്ങനെ? ഒരു പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അഥവാ MP മാരും അതുപോലെ തന്നെ സംസ്ഥാന അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ അഥവാ ആരാണ്? യെസ്, നിങ്ങളെന്താ മിണ്ടാതിരിക്കണേ? ഒന്ന് എനർജറ്റിക് ആവൂ. ഹൈ, എന്താണ് എല്ലാവരും ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടാ? ഒന്ന് എനർജറ്റിക് ആവൂ. യെസ്, എന്താ പറയുന്നത്? MLA മാരുമാണെന്ത് ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണെന്ത് ആരെ തിരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. രാജ്യസഭ MP മാരുടെ എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകില്ല രാജ്യസഭാ MP മാരെ കുറിച്ച്. രാജ്യസഭാ MP മാരുടെ കാലാവധി എത്രയാണ്? 4 5 എത്രയാണ്? യെസ്, 6 വർഷമാണ് രാജ്യസഭ MP മാരുടെ കാലാവധി. അപ്പോൾ ഒരു സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയെ അവിടുത്തെ സാമാജികരുടെ എണ്ണം കൊണ്ട് ഹരിച്ച് ആ സംഖ്യയെ 1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തെ ഒരു സാമാജികന്റെ വോട്ടിന്റെ മൂല്യം. എത്ര സാമാജികര്? ഒരു സാമാജികന്റെ വോട്ടിന്റെ മൂല്യം. രണ്ടാമതായി പറയുന്നത്, എല്ലാ സാമാജികരുടെയും മൊത്തം വോട്ടിന് പാർലമെന്റിലെ 2 സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന തുകയാണ് ഇത് ഓരോ പാർലമെന്റിലെയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിന്റെ മൂല്യം. ഇതാണ് ഒരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി. ഇനി അടുത്തതായി ചർച്ച ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതി മരിച്ചാൽ പിന്നെ ആരാ വേണ്ടിയത്? രാഷ്ട്രപതി മരിച്ചാൽ അവിടെ ആരുണ്ടാകും? ഉപരാഷ്ട്രപതി ഉണ്ടാകും അല്ലേ? രാഷ്ട്രപതിയുടെ ഭരണം താൽക്കാലികമായിട്ട് ഏറ്റെടുക്കാൻ. അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരും കൂടി വേണം? ഒരു ഉപരാഷ്ട്രപതി കൂടി ഉണ്ടായിരിക്കണം, വൈസ് പ്രസിഡന്റ് അല്ലേ? ഒരു പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ ആ പ്രസിഡന്റിൻ്റെ പദവി ചുമതല വഹിക്കേണ്ടത് ആരാണ്? വൈസ് പ്രസിഡന്റ് അല്ലേ? പലരും വിചാരിക്കും വൈസ് പ്രസിഡന്റിനൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനല്ല. പ്രസിഡന്റ് ഇല്ലെങ്കിൽ പിന്നീട് ചുമതല വഹിക്കേണ്ടത് ആരാണ്? വൈസ് പ്രസിഡന്റാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ ആര് മരിച്ചു? പ്രസിഡന്റ് മരിച്ചു.
അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ എന്താണ് പ്രസിഡന്റ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ, അടുത്ത ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ആ പ്രസിഡന്റിന്റെ ചുമതല ഏതൊക്കെയാണോ അതെല്ലാം കൃത്യമായി വഹിക്കേണ്ടത് ആരാണ്? വൈസ് പ്രസിഡന്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒഴിവ് വരുമ്പോൾ 6 മാസക്കാലം വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ഓക്കെ, അതെങ്ങനെ? ഒന്നെങ്കിൽ രാജിവെക്കുക, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ആകസ്മികമായിട്ടുള്ള പെട്ടെന്ന് മരണം സംഭവിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പദവി ആര് വഹിക്കും? താൽക്കാലികമായിട്ട് വൈസ് പ്രസിഡന്റ് വഹിക്കും. പിന്നീട് ആരെ തിരഞ്ഞെടുക്കണം? പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഓക്കെ, യെസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ചാപ്റ്ററിൽ. എക്സ്പ്ലെയിൻ ദ പവർ ആൻഡ് ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ അമേരിക്കയിലെ ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായമായതുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ ഒരു പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദം കൂടുതലായിട്ട് കേൾക്കാറുണ്ടാവുകയില്ല. കാരണം നമ്മൾ അമേരിക്കയിൽ ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയിൽ കൂടുതലായി കേൾക്കുന്നത് പ്രസിഡന്റിനെ കുറിച്ചായിരിക്കും. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴായിട്ടും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു മീഡിയകളിലൂടെയും എല്ലാം കാണാറുള്ളത്, കേൾക്കാറുള്ളത്, വായിക്കാറുള്ളത്. പക്ഷേ അമേരിക്കൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, എവിടെയും കാണാറില്ല. കാരണം അമേരിക്കയിൽ ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് പാർലമെന്ററി സമ്പ്രദായം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പാർലമെന്ററി സമ്പ്രദായത്തിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്. ഏതാണ് നിങ്ങൾക്കറിയോ? ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതായിട്ടുള്ളൊരു വിഭാഗം കൂടിയുണ്ട്. ഏതാണ്? അറിയില്ല? യെസ്, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അവിടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും തുല്യ റോളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് രാജ്യങ്ങളുണ്ടാവും കേട്ടോ. ഏതാണ് ഒരു രാജ്യം? നിങ്ങൾക്കൊന്ന് ഉദാഹരണം പറയാൻ കഴിയുമോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാണ് ഏതാണ് അങ്ങനത്തെ രാജ്യം എന്നുള്ളത്. ആർക്കും അറിയില്ല, ഒരാൾക്കും അങ്ങനത്തെ ഒരു രാജ്യത്തെ കുറിച്ച് അറിയില്ല. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യം. യെസ്, ഏതാണ്? ശ്രീലങ്ക അല്ലേ? അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായമുണ്ട്, പാർലമെന്ററി സമ്പ്രദായമുണ്ട്, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമുണ്ട്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി സമ്പ്രദായം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ രാഷ്ട്രപതിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? പ്രൈം മിനിസ്റ്റർ അല്ലേ? ചില കുട്ടികൾ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്, ചെറിയ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ മുതിർന്നവരെയും എടുക്കാൻ കഴിയും കേട്ടോ ഈ വിഷയത്തിൽ. പലരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്കൂളിലെ സ്വാതന്ത്ര്യദിന ക്വിസിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി അല്ലേ? ആരാണ്? ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എല്ലാവരും മേപ്പിട്ടൊക്കെ ഇരിക്കും അല്ലേ? പലപ്പോഴും പല ആളുകൾക്കും ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയില്ല. ആ സമയം ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ എളുപ്പത്തിൽ ചാടി എണീറ്റ് ഉത്തരം പറയും. അങ്ങനെ ഉണ്ടാകാറില്ലേ? യെസ്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യ ഒരു പാർലമെന്ററി സമ്പ്രദായമുള്ള രാഷ്ട്രമായതുകൊണ്ട്. പ്രസിഡന്റിനേക്കാളും ഹൈലൈറ്റ് ചെയ്യുന്നത് ആരെയാണ്? പ്രൈം മിനിസ്റ്ററാണ്. അത് വിചാരിച്ചുകൊണ്ട് ആരെന്ത് ചെയ്യരുത്, പ്രസിഡന്റിൻ്റെ പേരൊന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് കേട്ടോ, വളരെ മോശമാണ്. ഓക്കെ, യെസ്. അപ്പോൾ
എന്തൊക്കെയാണ് പാർലമെൻറ്റിലെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, ആ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ തലവൻ ആരാണ്? അതും പ്രൈം മിനിസ്റ്റർ അല്ലേ? ഇത് രണ്ടിൻ്റെയും അധികാര കേന്ദ്രമെന്ന് നമുക്ക് ആരെ വിശേഷിപ്പിക്കാൻ കഴിയും? പ്രൈം മിനിസ്റ്ററെ. ഏത് രണ്ടിൻ്റെയും? ഓക്കെ, കേന്ദ്ര മന്ത്രിസഭയിലെയും ഗവൺമെൻറ്റിൻ്റെയും അധികാര കേന്ദ്രമാണ് ആര്? പ്രൈം മിനിസ്റ്റർ. മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്ക് വകുപ്പുകൾ മാറ്റി നൽകാൻ ആർക്ക് കഴിയും? പ്രൈം മിനിസ്റ്റർക്ക് സാധിക്കും. അത് പ്രൈം മിനിസ്റ്ററുടെ എന്താണ്? ഒരു പവറാണ് അല്ലേ? യെസ്. കേന്ദ്ര മന്ത്രിസഭയും പ്രസിഡന്റുമായുള്ള ലിങ്കായി പ്രവർത്തിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയും അതുപോലെ തന്നെ പ്രസിഡന്റും. ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനായി പ്രവർത്തിക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്യാബിനറ്റിലെ തീരുമാനങ്ങൾ എന്താണ്? പ്രധാനമന്ത്രിയാണ് ആരറിയിക്കുന്നത്? രാഷ്ട്രപതിയെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്, യൂണിയൻ എക്സിക്യൂട്ടീവ്. യെസ്, പുതിയ ഇന്ത്യയുടെ പാർലമെൻറ്റ് അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ മനോഹരമായിട്ട് എത്ര നല്ല സൗന്ദര്യമുണ്ടല്ലേ പുതിയ ഇന്ത്യയുടെ പാർലമെൻ്ററി മന്ദിരം. ചിത്രത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ 11ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടിട്ടുണ്ടോ? പാർലമെൻറ്റ് മന്ദിരം കണ്ടിട്ടുണ്ടോ? ചില ആളുകളൊക്കെ പഴയ പാർലമെൻറ്റ് മന്ദിരം കണ്ടിട്ടുണ്ടാകും അല്ലേ? പുതിയതിപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് ഒരു പക്ഷേ നമുക്കാർക്കും പല ആളുകൾക്കും എത്തിപ്പെടാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. ഒക്കെ ഒന്നാമതായി പറയുന്നത്, ദ മെമ്പർഷിപ്പ് ഓഫ് ദി രാജ്യസഭ കനോട്ട് എക്സീഡ് എത്രയാണ്? 250, 550, 150, 300. ഏതാണ് കറക്റ്റ് ആൻസർ? 250 അല്ലേ? യെസ്. The next question. How many members are nominated to the Rajya Sabha by the President? രാജ്യസഭയിലേക്ക് എത്ര ആളുകളെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ കഴിയും? 2, 12, 10, 5. ഏതാണ് കറക്റ്റ് ആൻസർ? 12 അല്ലേ? യെസ്. ഓക്കെ, the law down qualification for becoming Rajya Sabha member said the citizen of the should be at least of 30 years age and 25 years age and 21 years age and 35 years age. എത്ര വയസ്സാണ്? 30 വയസ്സ് അല്ലേ? യെസ്. നമ്മൾ നേരത്തെ 35 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് വിഷയത്തിലായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചാണ്. ഏത് വിഷയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ? 35 വയസ്സുണ്ടായിരിക്കണം. യെസ്, ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഫ്രം കേരള? കേരളത്തിൽ നിന്നുള്ള എത്ര അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്? 20 ലോകസഭാ അംഗങ്ങളും അതുപോലെ തന്നെ 9 രാജ്യസഭ അംഗങ്ങളുമാണ് ഇവിടെ ഉള്ളത്, കേരളത്തിൽ നിന്നുള്ളത്. ഓക്കെ, ഈ പാർലമെന്റിൽ പല രീതിയിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കാറുണ്ട്. പല വിഷയത്തിലായിട്ട്, പല സമയത്തായിട്ട് പല രീതിയിലുള്ള ബില്ലുകൾ എവിടെ അവതരിപ്പിക്കും? പാർലമെന്റിൽ അവതരിപ്പിക്കും. ഏതൊക്കെയാണ്? ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള എന്തുണ്ട്?
ബില്ലുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് ബില്ല്, രണ്ടാമതായി പറയുന്നത് ധനബില്ല്, മൂന്നാമതായി പറയുന്നത് സാധാരണ ബില്ല്, നാലാമതായി പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്, അഞ്ചാമതായി പറയുന്നത് ധനേതര ബില്ല്, ദ ലാസ്റ്റ് പോയിന്റ് ഭരണഘടനാ ഭേദഗതി ബില്ല്. ഈ 6 ബില്ലുകളാണെന്ത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള ബില്ലുകൾ. ഓക്കെ, അടുത്തതായി ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ, ചുമതലകൾ. വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോകസഭ? ലോകസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് ലോകസഭയുടെ ചുമതലകൾ? ഒന്നാമതായി പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുക. അത് ലോകസഭയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണത് നിയമ നിർമ്മാണം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ. മൂന്നാമതായി പറയുന്നത് സാമ്പത്തിക ചുമതലകൾ. നാലാമതായി പറയുന്നത് പ്രതിനിധാനം. അഞ്ചാമതായി പറയുന്നത് ചർച്ചാപരമായിട്ടുള്ള ചുമതല. ആറാമതായി പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ. ഈ 6 ചുമതലകളും എന്താണ് ലോകസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. ഇനി എന്താണ് പാർലമെൻറ്റ് അല്ലേ? ഡിഫൈൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിനെ വിശദീകരിക്കാനാണ്. ഇന്ത്യയിലെ കേന്ദ്ര നിയമ നിർമ്മാണ സഭ പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രസിഡന്റും ജനസഭയായ ലോകസഭയും സംസ്ഥാനങ്ങളുടെ കൗൺസിലായ രാജ്യസഭയും ഉൾപ്പെടുന്നതാണ് ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. 1918 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണെന്ത് ഇന്ത്യയിലെ കേന്ദ്ര നിയമ നിർമ്മാണ സഭ ഒരു ദ്വിമണ്ഡല സഭയായിട്ട് തീർന്നത്. ദ്വിമണ്ഡല സഭ ആയിട്ട് തീർന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, വെറും 4 അധ്യായങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലേ? ഒന്ന് ഫെഡറൽ സിസ്റ്റം, രണ്ടാമതായി പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടം, മൂന്നാമതായി പറയുന്നത് കാര്യനിർവഹണ വിഭാഗം, നാലാമതായി പറയുന്നത് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഈ 4 ചാപ്റ്റർ, ആ 4 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ക്വസ്റ്റ്യനുകളുമാണെന്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ, എവിടെ പോയാൽ പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ കഴിയും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നല്ല മാർക്കോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും? വിജയിക്കും. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അന്ന് സാറ് പറഞ്ഞത് എന്താണ്, പഠിക്കാമായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ഈ ചാപ്റ്ററുകളുടെ എല്ലാം വളരെ വിശാലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള വീഡിയോകളെല്ലാം ഞങ്ങളുടെ നാറ്റ് നബിയുടെ ആപ്പിലുണ്ട്. നിങ്ങൾക്കത് സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമായിട്ട് നിങ്ങളുടെ അക്കാദമിയുടെ നമ്പർ താഴെ ലിങ്കിലുണ്ടാകും. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളുമെല്ലാം ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പഠന സഹായിയായിട്ട് ഞാനും എൻ്റെ നാറ്റ് നബിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, സീ യു അഗൈൻ. ബൈ.